ഫ്രണ്ട്സ്, ന്യൂ ഇംഗ്ലീഷ് ഫ്രണ്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. ഇറ്റ് ഈസ് എ ബ്രീഫ് ട്രാവൽ നോട്ട് അബൌട്ട് ദ കൺട്രി ജസ്റ്റ് അക്രോസ് ദ സീ. കടലിനപ്പുറത്തേക്കുള്ള ഒരു സ്ഥലത്തേക്കുള്ള ഒരു ട്രാവൽ നോട്ടാണ്. അവിടേക്ക് സഞ്ചരിച്ച ഒരു സഞ്ചാരിയുടെ കുറിപ്പാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഗ്ലിംസസ് എന്ന് പറയുന്നത് കാഴ്ചകളാണ്. ഒരു ഗൾഫ് കൺട്രിയിലെ ഉള്ള കാഴ്ചകളെക്കുറിച്ചാണ് ഈ പാഠത്തിലുള്ളത്. എമിറേറ്റ്സ് മീൻസ് എ ടെറിട്ടറി റൂൾഡ് ബൈ ആൻ എമീർ. എമീർ എന്ന് പറയുന്നത് മൊണാർക്കികൾക്ക് കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ് എമീർ. അങ്ങനെ ഒരു ടെറിട്ടറിയിൽ ഉണ്ടായിട്ടുള്ള കാഴ്ചകളെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. What would await an accidental tourist in UAE? I wondered as I came out of the airport into the open air. Yes, I was an accidental tourist. I had been to Oman to stay with my niece. I had just squeezed in 2 days on my way back home. But 2 days were enough to give me an eyeful and plenty of food for thought. The dense clouds hovering above the wings of the aircraft had already given me an eyeful. And the desert, which seemed to stretch endlessly, was a spectacle too. Await an accidental tourist in UAE. I wondered as I came out of the airport into the open air. Accidental means by chance. അതായത് യാദൃച്ഛികമായി UAEയിൽ എത്തിപ്പെട്ട ഒരു ടൂറിസ്റ്റിൻ്റെ അനുഭവമാണ് ഇതിൽ വിവരിക്കുന്നത്. വാട്ട് വുഡ് അവൈറ്റ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഇൻ UAE? UAEയിൽ യാദൃച്ഛികമായി എത്തപ്പെട്ട ഒരു ടൂറിസ്റ്റിനെ കാത്ത് എന്തെല്ലാമായിരിക്കാം അവിടെ ഉണ്ടായിരിക്കുക. ഐ വണ്ടേർഡ് ആസ് ഐ കെയിം ഔട്ട് ഓഫ് ദ എയർപോർട്ട് ഇൻ ടു ദ ഓപ്പൺ എയർ. എയർപോർട്ടിന് പുറത്തെത്തിയപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു. യെസ്, ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. അതെ, ഞാനൊരു യാദൃച്ഛികമായി എത്തപ്പെട്ട ഒരു ടൂറിസ്റ്റ് ആയിരുന്നു. ഐ ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് മൈ നീസ്. നീസ് എന്ന് പറയുന്നത് ആളുടെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകളെയാണ് നീസ് എന്ന് പറയുന്നത്. ഇതിലെ ഈ ട്രാവലർ ഒമാനിൽ അയാളുടെ നീസിനോടൊപ്പം, സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകളോടൊപ്പം താമസിക്കാനായിട്ട് പോയതാണ്. ഐ ഹാഡ് ജസ്റ്റ് സ്ക്വീസ്ഡ് ഇൻ 2 days ഓൺ മൈ വേ ബാക്ക് ഹോം. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി, ഒമാനിൽ നിന്ന് വരുന്ന വഴി അയാൾക്ക് കഷ്ടിച്ച് 2 ദിവസം മാത്രമാണ് അവിടെ നിൽക്കാൻ കിട്ടിയത്. But 2 days were enough to give me an eyeful and plenty of food for thought. ആ 2 ദിവസം പക്ഷേ അയാൾക്ക് ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ചു. The dense clouds hovering above the wings of the aircraft had already given me an eyeful. ആ വിമാനത്തിൻ്റെ ചിറകിന് മുകളിലായിട്ട് നിന്ന മേഘങ്ങൾ അത് അദ്ദേഹത്തിന് നല്ല ഒരു കാഴ്ച പ്രദാനം ചെയ്തു. And the desert, which seemed to stretch endlessly, was a spectacle too. നീണ്ടു പരന്നു കിടക്കുന്ന ആ മരുഭൂമികൾ, അതും അദ്ദേഹത്തിന് ഒരു അട്രാക്റ്റീവ്, അദ്ദേഹത്തെ ആകർഷിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിന് നൽകി. പാരഗ്രാഫിലേക്ക് പോകാം. ദ ലോങ് ഡ്രൈവ് ഇൻ മൈ ഫ്രണ്ട് അശോകൻസ് കാർ ഫ്രം റാസ് അൽ ഖൈമ ടു അബുദാബി വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ്. വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. ദ സീ ഹാഡ് ദ സെയിം സെറീൻ അപ്പിയറൻസ് എവരിവെയർ. One feels a kind of heavenly bliss at these quiet beaches. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ അശോകൻ്റെ കാറിൽ റാസൽ ഖൈമയിൽ നിന്ന് അബുദാബിയിലേക്ക് പോയ ഒരു യാത്ര, ആ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരുന്നു. വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. അവർ അവിടെയുള്ള ഒരു ബീച്ചിലേക്ക് ഇറങ്ങി. ദ സീ ഹാഡ് ദ സെയിം സെറീൻ അപ്പിയറൻസ് എവരിവെയർ. സെറീൻ മീൻസ് കാം ആൻഡ് പീസ്ഫുൾ. ശാന്തമായിട്ട് കിടക്കുന്ന കടലായിരുന്നു അവർക്ക് കാണാൻ കഴിഞ്ഞത്. വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ്. ആ ശാന്തമായ ബീച്ചിൽ അവർക്ക് ഒരു സ്വർഗീയമായ സന്തോഷം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പാരഗ്രാഫിലേക്ക് പോകാം. അറ്റ് സ്വീഹൻ ഇൻ അബുദാബി ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. It was the entrance to the Noor Abu Dhabi solar power plant. It is the largest single-site solar power plant in the world, producing a stupendous 1.2 gigawatt of power. Of course, tourists are not allowed inside. I had to satisfy myself with the magnificent photographs of the power plant on the net. The plant has an amazing 3.2 million solar panels. I wish tourists were given an aerial view of the plant.
സ്വീഹൻ ഇൻ അബുദാബി ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അബുദാബിയിലെ സ്വീഹനിൽ അദ്ദേഹത്തിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. അത് അബുദാബിയിലെ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിൻ്റെ എൻട്രൻസ് ആയിരുന്നു, വാതിലായിരുന്നു. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റിലുള്ള ഒരു സോളാർ പവർ പ്ലാന്റാണ് നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. ദാറ്റ് പ്രൊഡ്യൂസിങ് എ സ്റ്റുപ്പൻഡസ് 1.2 ഗിഗാവാട്ട് ഓഫ് പവർ. അവിടെ 1.2 ഗിഗാവാട്ട് പവറാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. അവിടേക്ക് ടൂറിസ്റ്റുകളെ കയറ്റാൻ അനുവദിച്ചിരുന്നില്ല. സോ ഹി ഹാസ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് വിത്ത് ദ മാഗ്നിഫിഷ്യൻറ്റ് ഫോട്ടോഗ്രാഫ് ഓഫ് പവർ പ്ലാന്റ് ഓൺ ദ നെറ്റ്. അതുകൊണ്ട് നെറ്റിൽ നിന്ന് കിട്ടിയ ആ പവർ പ്ലാന്റിൻ്റെ ഫോട്ടോസ് കൊണ്ട് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തേണ്ടി വന്നു. ദ പ്ലാൻ ഹാസ് ആൻ അമേസിംഗ് 3.2 മില്യൺ സോളാർ പാനൽ. ആ പ്ലാന്റിന് 3.2 മില്യൺ സോളാർ പാനൽ ഉണ്ട്. ഐ വിഷ് ടൂറിസ്റ്റ് വെയർ ഗിവൺ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദ പ്ലാനറ്റ്. ആകാശത്തു നിന്നും പ്ലാന്റ് കാണാനുള്ള ഒരു സൗകര്യം ആളുകൾക്ക് കൊടുത്തിരുന്നു എങ്കിൽ എന്ന് ഈ ടൂറിസ്റ്റ് ആഗ്രഹിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. താങ്ക് യു.